ഗോപി, ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. അതായത് 42 പേരിൽ 38 പേരും അനർഹരാണ് എന്ന് പറയുമ്പോൾ എന്ത് സ്വാധീനത്തിന്റെ പുറത്താണ് ഈ അനർഹരായ ആളുകൾ ഗുണഭോക്താക്കളായത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുകയാണ്. ഹലോ, കേൾക്കാമോ സാർ? അനർഹമായ ആൾക്കാർ ഏതെങ്കിലും കൗൺസിലിന്റെ അകത്ത് കൊടുക്കുമോ? സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് 2000 സ്ക്വയർ മീറ്റർ വീടും റേഷൻ കാർഡിൽ കൊടുക്കാൻ പറ്റില്ല. വില്ലേജ് ഓഫീസിൽ വരുന്നവർക്ക് കൊടുക്കൂല. അങ്ങനത്തെ കേസുകൾ അല്ലാത്തവർക്കല്ല പെൻഷൻ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അല്ല, ഇതിപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തലാണ്, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, സർക്കാർ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. എന്താണ് സംഭവിച്ചത്? താങ്കളുടെ വാർഡിലാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അത് എന്റെ വാർഡിൽ മാത്രമേ കംപ്ലൈന്റ് വന്നിട്ടുള്ളൂ. 31 വാർഡിൽ വരാത്തതുകൊണ്ടാണ്. അപ്പൊ താങ്കളുടെ വാർഡ് സംഭവിച്ചിട്ടുണ്ടല്ലേ? എന്റെ വാർഡിൽ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 52 പേര് റിപ്പോർട്ട് വന്നിരുന്നു. അവര് എല്ലാം വീണ്ടും വന്ന് പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് കോട്ടയ്ക്ക് മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. 2020-21 കാലഘട്ടത്തിൽ ഈ BMW കാർ ഉള്ളവർക്ക് വരെ ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടെന്നാണ്. BMW കാറുള്ള ആൾക്കാരില്ല. ആൾക്കാർ പെൻഷൻ കൊടുക്കൂലല്ലോ. BMW കാർ സ്വന്തമുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുവോ? അപ്പൊ താങ്കളുടെ വാർഡിൽ ഈ വാങ്ങുന്ന 42 പേരും അർഹരാണ് എന്നാണോ? അല്ല, അനർഹരായവരുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ധനകാര്യ കമ്മീഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ധനകാര്യ കമ്മീഷൻ വന്നിട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വീട്ടിൽ വന്ന് അവർ അന്വേഷിച്ചതാണ്. അപ്പൊ ഈ മേൽപ്പറഞ്ഞ സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് കണ്ടെത്താത്തോണ്ടാവും ചിലപ്പോൾ റിപ്പോർട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടാവുക. അപ്പൊ അനർഹരുണ്ടല്ലേ? അനർഹർ ഒരുപാട് പേരുണ്ട്. അനർഹമായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. മരിച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ, ഇപ്പോൾ മക്കൾക്ക് പെൻഷൻ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജോലി കിട്ടിയ കേസുകൾക്ക് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിയാത്ത മക്കൾ ഉണ്ടെങ്കിൽ ജോലി കിട്ടി, സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ റിപ്പോർട്ടിൽ തന്നെ വിടാറുണ്ട്. 7ാം വാർഡിൽ മാത്രമായിട്ടൊരു പരാതി വരാൻ കാരണം എന്താണ്? പെൻഷൻ കിട്ടണമെന്ന് ഒരിക്കലും ആഗ്രഹം ഉണ്ടാവും. 7ാം വാർഡിൽ മാത്രമായിട്ട് 7ാം വാർഡിൽ മാത്രം ഇത്രയധികം ആളുകൾ കടന്നുകൂടാനിടയായ സാഹചര്യം മാത്രമല്ല, എല്ലാ വാർഡിലും എന്റെ വാർഡിൽ മാത്രമേ കംപ്ലൈന്റ് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണത്. അല്ല, ഇത്രയധികം ആളുകൾ എങ്ങനെ കടന്നുകൂടി എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇത്രയധികം ആളുകൾ എങ്ങനെ കടന്നുകൂടി? ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഉണ്ടോ? വാർഡുകളിൽ അനർഹമായവർക്ക് പെൻഷൻ അനുവദിച്ച് കൊടുക്കാനുള്ള സംവിധാനമൊന്നും എന്റെ കൈവശത്ത് ഉണ്ടാവാറില്ല. അല്ല സാർ, ഇത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ഒരു പങ്കാളിത്തം ഉണ്ടോ? ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഉണ്ടോ? അതേമാതിരി തന്നെ കൗൺസിലിൽ വരണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരണം, എന്നിട്ട് പാസ്സാക്കുള്ളൂ. അതെ. അല്ല, താങ്കളെ കുറ്റപ്പെടുത്തുകയല്ല, ഈ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഉണ്ടോ ഇങ്ങനെ ആളുകൾ നിശ്ചയിക്കുന്നത്? കൃത്യമായിട്ട് കിട്ടുന്നില്ല. കേൾക്കുന്നില്ല. ശരി. താങ്കൾ ഏതോ യോഗത്തിലാണ്.